യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് മലബാരി. നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ആദ്യമായിട്ട് ഞാനൊരു കരിമീൻ, അതായത് ചിറ്റാന്നും കരിമീൻ എന്നൊക്കെ പറയും. നമ്മളിത് ഇന്ന് ഒരു 3 വെറൈറ്റി മസാലയിൽ ഇലയിൽ പൊതിഞ്ഞിട്ട് ചുട്ടെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 3 വെറൈറ്റി മസാലകൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഈ കരിമീൻ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, എങ്ങനെ ക്ലീൻ ചെയ്യുന്നതല്ല ജസ്റ്റ് ഒന്ന് നോക്കില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യം ഇതിൻ്റെ ഈ കാണുന്ന ചിറകില്ലേ, ഇതൊന്ന് ജസ്റ്റ് കത്രിക വെച്ചിട്ട് നല്ല കട്ട് ചെയ്തെടുക്കാം. ഈ ചിറകിങ്ങനെ കട്ട് ചെയ്ത് പോകണം. ഇപ്പോൾ അതേപോലെ തന്നെ ഈ 2 സൈഡിലുള്ളതും. ഇത് പോക്കിയതിന് ശേഷം നമ്മളൊരു ചെറിയ ഇങ്ങനത്തെ കത്തി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് എന്താവും, പിന്നെ നമ്മൾ തൂളി നമുക്ക് നന്നായിട്ട് പോക്കി കിട്ടും. നമുക്കിതിൻ്റെ ഈ തൂളി ഇങ്ങനെ പോക്കി കൊടുക്കാം. ഇപ്പം 2 സൈഡിലുണ്ട് ഇതേപോലെ തന്നെ തൂളി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. കാണുന്ന എവിടെയൊക്കെ ഉള്ള ആൾക്കാർ കാണുന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഇതിൻ്റെ വാല് നമ്മൾ പോക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ പോക്കിന് ശേഷം ഇവിടെ കാണുന്നില്ല ചെറിയൊരു ചിറകിൻ്റെ ഭാഗം, ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് നൈസായിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലുള്ള കുടൽ ഇങ്ങെടുത്ത് കളയാം. അപ്പോൾ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കുറച്ച് കല്ലുപ്പ് ഇങ്ങനെ ഇട്ടിട്ട് മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മീനൊന്ന് ഇതിലേക്ക് ഇങ്ങനെ ഈ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് പെരക്കി എടുക്കാം. കഴുകുന്നതിന് മുന്നോടിയിട്ട് മീനൊന്ന് എന്തെങ്കിലും കച്ചറകളോ കാര്യങ്ങളോ വിഷാംശങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ജസ്റ്റ് കഴുകിയെടുക്കാം. നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ കരിമീന് കുറച്ച് ചെറിയ സൈസാണ്. ഒരു സുഹൃത്ത് കൊണ്ടുവന്നതാണ് മീനാണ്. അപ്പോൾ നമ്മുടെ 3 വെറൈറ്റി മസാലക്കുള്ള പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ ഒരു തക്കാളിയും കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു വലിയ ഉള്ളി, കുറച്ച് മല്ലി, പുതിന, ചെറുനാരങ്ങയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ വലിയ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒറ്റ പേസ്റ്റ് ഉണ്ടാക്കും. ഈ ഒരു പേസ്റ്റ് തന്നെയാണ് 3 കൂടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 പേസ്റ്റ് 3 ആക്കി എടുത്തിട്ട് അതിൽ മറ്റുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് വരുന്നതാണ് മസാലേൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ ഐറ്റംസ് എല്ലാം നമ്മൾ എത്തിയിട്ടുണ്ട്, മിക്സിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. എടുത്തത് ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 ഇത്രയുള്ള പീസ് ഇഞ്ചി ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് എന്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
പഠിച്ച ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ടുള്ള പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് 3 മസാല ആക്കിയിട്ടെടുക്കാം. ഓക്കെ, നമുക്ക് പിന്നെ ഫസ്റ്റ് തന്നെ എന്താക്കാം, ഗ്രീൻ ചില്ലി. ഞാൻ പറഞ്ഞ 3 മസാലയിൽ ഒന്നാമത്തേത് ഗ്രീൻ ചില്ലി മസാലയാണ്. നമ്മളിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഉദ്ദേശിക്കുന്നത് ഒരു റെഡ് ചില്ലി മസാലയും മൂന്നാമത്തേത് ഒരു പെപ്പർ മസാലയാണ്. ഫസ്റ്റ് നമുക്ക് ഗ്രീൻ ചില്ലി മസാല. ഇപ്പം നമ്മളെടുത്ത് 6 പീസ് കരിമീനുള്ളത്, അതിന് 2 പീസ് ഗ്രീൻ ചില്ലിയും 2 പീസ് കരിമീൻ പെപ്പർ മസാലയിലും 2 പീസ് ഞാൻ മറ്റേ റെഡ് ചില്ലിയിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ ചില്ലി മസാലയ്ക്ക് വേണ്ട ഒരു 4 പീസ് ഗ്രീൻ ചില്ലി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പിടാം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുതിന ചപ്പിടാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ച മസാല കുറച്ച് ഇതിന് ഒരു 2 മീനുള്ള മസാല കണക്കായിട്ടുള്ള കുറച്ച് ഇതിലേക്ക് എടുക്കാം. ഓക്കെ, കുറച്ച് എന്നിട്ട് എന്ത് ചെയ്യാം, ഈ എടുത്ത് വെച്ച് ചെറുനാരങ്ങ ഉണ്ടാക്കുന്നു കുറച്ച് ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ ചെറുനാരങ്ങ സ്ക്വീസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, വിനീഗർ ഉണ്ട്. വിനീഗർ ഒരു മൂടി ഒഴിച്ചു കൊടുക്കുക. വിനീഗറിൻ്റെ മൂടിയിൽ തന്നെ ഒരു മൂടി അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിനി ഗ്രീൻ ചില്ലി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബാക്കി ഇതിൻ്റെ അകത്തിടുന്ന സാധനങ്ങളൊക്കെ അടുത്ത പ്രിപ്പറേഷൻ അത് മസാല പെരക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത നമുക്ക് കുറച്ചും കൂടി ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പെപ്പർ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. എനിക്ക് പെപ്പർ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒരു 2, 3, ഒരു 4 ഈ ടൈപ്പ് സ്പൂണിൽ ഇടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ഗരം മസാല കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം, കുറച്ച് അധികം ആവേണ്ട, പിന്നെ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വിനീഗർ ഇട്ടിച്ചു കൊടുക്കാം. വിനീഗർ ഇട്ടിക്കുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം മീനായാലും ചിക്കനായാലും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുമാത്രമല്ല ഒരു ചെറിയൊരു പുളിരസം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുനാരങ്ങയും ചെറുനാരങ്ങേൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒരു അടിപൊളിയായിരിക്കും. മൂന്നാമത്തെ മസാലേൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാണ്. മൂന്നാമത്തെ മസാലയ്ക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച സെയിം സാധനം ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഒരു ഈ ചെറിയ സ്പൂണിൽ മഞ്ഞൾ പൊടി കുറച്ച് ഇടാം. ഓക്കെ, അതുകൂട്ടത്തിലൊരു 2 സ്പൂണ് നല്ല ഇത് നമ്മൾ കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ നോർമലായിട്ടുള്ള ചില്ലിയും കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചു വെക്കണം. അപ്പോൾ 2 സ്പൂണ് മതി. അത്യാവശ്യം കളറും എരിവും എല്ലാം ഉണ്ടാകും. ഓക്കെ, ഇതിലേക്കും കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഗരം മസാല നേരത്തെ ഇട്ട പോലെ തന്നെ ഒരു പേരിന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്നും എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മളെ ഒരു പെപ്പറിൻ്റെ ഇവിടെ സാധനം അടിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിലും മറ്റേതിലിട്ട പോലെ തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയ മൂടി വിനീഗർ ഇട്ടിക്കാം. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ചെറുനാരങ്ങ ഒന്ന് സ്ക്വീസ് ചെയ്തും കൊടുക്കാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്താണ്, പക്ഷേ ഇത് കാണിക്കാൻ പോകുന്നതിൻ്റെ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യാം. നമ്മളെ 3 മസാലകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചുവപ്പും വെള്ളയും പച്ചയും. ഓക്കെ, അപ്പോൾ അതിലൊന്ന് റെഡ് ചില്ലി മസാലയാണ്, ഒന്ന് പെപ്പർ മസാലയാണ്, ഒന്ന് ഗ്രീൻ ചില്ലി മസാലയാണ്. അപ്പോൾ ഇത് നമുക്ക് മീനിൻ്റെ ഈ കരിമീൻ മുകളിലൊക്കെ നന്നാ തേച്ച് പിടിപ്പിക്കണം. അതിനുവേണ്ടി കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇടാനുള്ളതുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യാം, ഈ റെഡ് ചില്ലി ഒന്ന് മെഷർമെൻറ്റ്, അതായത് ഒന്ന് ഇതിന് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ നമ്മൾ കുറച്ച് തേച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ ഒരു റെഡ് ചില്ലി മസാലയാണ്. അപ്പോൾ ഈ റെഡ് ചില്ലി മസാല നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, നല്ല തേങ്ങ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ബട്ട് മറ്റുള്ള 2 മസാലയ്ക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും. ഇതൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. പൊടിയുപ്പാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്.
ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആ ഒരു കറിവേപ്പിലേൻ്റെ ഫ്ലേവറും ഒരു നേരത്തെ അടിച്ച് വെച്ച മസാലൻ്റെ ഫ്ലേവറിനും കൂടി അതിൻ്റെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നൊരു മീനിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഉള്ളിലേക്കൊക്കെ ആയിക്കോട്ടെ, നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ നിങ്ങളോട് പറയാൻ വിട്ട ഒരു കാര്യം വെച്ചാൽ ഇതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മീൻ വരയിട്ട് വെച്ചിട്ടുണ്ട്. വരയിട്ട് വെക്കുകയെന്ന് വെച്ചാൽ മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരയിട്ട് വെക്കുന്നത്. നന്നായിട്ട് തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം എന്ത് ചെയ്യുക, റെസ്റ്റിന് വെക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ മസാല നല്ലോണം പിടിക്കും. ടേസ്റ്റ് മസാല എത്ര പിടിക്കുന്നോ അത്രയും നമുക്ക് ടേസ്റ്റ് കൂടുതലും. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇത് നമ്മൾ ഇലയിൽ പൊതിഞ്ഞിച്ച് ചുടുന്നത് കൊണ്ട് തന്നെ മസാലകളൊന്നും പുറത്ത് പോയി പോകും. അതുകൊണ്ട് ടേസ്റ്റ് കൂടുതലും കുറയില്ല. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പെപ്പർ മസാല ഇടാം. പെപ്പർ മസാലക്ക് ഇതേപോലെ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ടും ചേർക്കുന്നില്ല. ജസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച്, അതായത് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓയിലി അതിൻ്റെ ഉള്ളിൽ നിന്നോട്ട് കുറച്ചൊരു ഓയിലി നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ വരും. അത് മറ്റേ ഒരു നമ്മുടെ റെഡ് ചില്ലി മസാലയ്ക്ക് മാത്രം നിന്നോട്ടെ. ഇതൊരു അറബിക് സ്റ്റൈൽ മസാലയാണത്. അറബിക് സ്റ്റൈൽ പെപ്പറും അൽഫാമിൽ ഉണ്ടാക്കുന്ന ഒരു ഫിഷിനൊക്കെ ഇടുന്നൊരു മസാലയാണ്. അപ്പോൾ അതിൽ സൺഫ്ലവർ നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല എല്ലാം കാണും. ഓക്കെ, മസാലയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ട് വേണ്ട, ഒരു പേരിന്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ എണ്ണി ഒരു 3 പീസ് ഉണ്ട് ഇതിന്, ഗ്രീൻ ചില്ലിക്ക്. നമ്മളെന്ത് ചെയ്തു, കുറച്ച് ചിരട്ട വെച്ചിട്ട് കണല വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇലയിൽ പൊതിഞ്ഞതിന് ശേഷം ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക ചെയ്യാം. അതിനുവേണ്ടി കുറച്ച് കണലിൻ്റെ ആവശ്യമുണ്ട്. അതിന് കണൽ റെഡിയാക്കി കൊണ്ടുവയ്ക്കുകയാണ്. നമ്മളെ കരിമീൻ ഇലയിൽ പൊതിഞ്ഞ് ചുടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം സെറ്റായിക്കാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇതാ നമ്മളിപ്പോൾ 3 മസാല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇനി ഇലയിലേക്ക് പൊതിഞ്ഞിട്ട് നമുക്ക് ഫോയിൽ പേപ്പറിൽ ചുറ്റിയിട്ടാണ് നമ്മൾ ഗ്രില്ലിൽ കയറ്റിയിട്ട് ചുടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാൻ പോവാണ്. നമുക്ക് ഇനി ഇങ്ങോട്ട് മുന്നോട്ട് കാണാം. ഒരു ഫോയിൽ പേപ്പർ കുറച്ചെടുത്തിട്ട്, അപ്പോൾ ഫോയിൽ പേപ്പർ എടുക്കുക. ആവശ്യത്തിനുള്ള ഒരു മീൻ കൊള്ളാനുള്ള പാകത്തിലുള്ള ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് നമുക്ക് എന്ത് ഫസ്റ്റ് ഒരു പെപ്പർ മസാല ഉണ്ടാക്കാം, ഇതിലേക്ക് വെക്കാം. ഓക്കെ, ഈ സൈഡിൽ മസാല കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അപ്പുറം ഇപ്പുറം സെറ്റാക്കി കൊടുത്തിട്ട് ഇലയിൽ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇലയിലൊന്ന് പൊതിഞ്ഞിട്ട്, ഇല ഇത് ഞാൻ എന്ത് ചെയ്താണ് നമ്മളെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് വാട്ടി വെച്ച ഇലയാണ്. അപ്പം ഇല ഒന്ന് നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉപകാരം വെച്ചാൽ നല്ല ചുറ്റിയെടുക്കാൻ സൗകര്യമായിരിക്കും. ഇത് നൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഒരു ഹോൾസ് ഒന്നും വരാണ്ട് മാക്സിമം അങ്ങനെ നല്ല ഫിറ്റായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള മസാലകളൊന്നും പുറത്തേക്ക് പോയി പോകില്ല. ഇതേപോലെ സെറ്റാക്കി എടുക്കുക.
മുകളിലേക്ക് ചുറ്റി ഓരോന്നിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രില്ലിൻ്റെ മുകളിലേക്ക് കാട്ടാം. ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നോർമലി ഗ്രില്ല് ക്ലോസ് ചെയ്യുന്ന പോലെ ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി നേരെ നമ്മൾ എന്താക്കാം, ഇതിൻ്റെ മുകളിലേക്ക് കാറ്റാം. പക്ഷേങ്കിൽ ചില ആൾക്കാരുടെ കയ്യിൽ ഗ്രില്ലോ മറ്റും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗ്രില്ലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ചെറ്റക്കണലിട്ട് നേരിട്ട് ഫോയിൽ പേപ്പർ ചെറ്റക്കണലിട്ടാൽ ഒന്നും ആകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മറിച്ചിട്ടില്ലെങ്കിൽ വെച്ചാൽ ആ ഒരു ചൂട് ഓവറായിട്ട് തട്ടിയിട്ട് ഉള്ളിൽ കരിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളെ കണൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സാധനം വെച്ച് കൊടുത്തിട്ട് നല്ലോണം ചുട്ടെടുക്കാം. ഒന്ന് ഒരു 20 to 30 മിനിറ്റ് വരെ വെക്കേണ്ടി വരും. ഫോയിൽ നല്ലോണം പൊതിഞ്ഞല്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് ചൂട് അധികം ഓവറായിട്ട് എത്തൂല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. കരിമീൻ വായിൽ പോയി ചുട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് എടുത്തിട്ട് പൊളിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കില്ല എങ്ങനെയുണ്ട് എന്നുള്ള. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് പൊളിച്ച് നോക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. നന്നായി കുറച്ച് സമയം വെച്ചുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടോ, കണ്ടില്ല? ഇതിലൊക്കെ നന്നായിട്ടൊന്നും കൂടെ വാടി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓ, ഇത് നമുക്ക് ഫസ്റ്റിൽ തന്നെ കിട്ടിയത് ആ ഒരു പെപ്പർ മസാല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ അടുത്ത വിളിക്കാൻ പോകുന്ന റെഡ് ചില്ലി മസാലയാണ്. അതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഉള്ളിൽ വെള്ള കളറൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ ചില്ലീൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാക്കിയെന്നുള്ളത് നോക്കാം. ഓഹാ, ഉണ്ടല്ലേ? അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഓയിലും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ ഗ്രീൻ മസാല അതും നല്ല സെറ്റായിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഒന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജാസ്ലി എന്ന് പറയും, പുള്ളിക്കാരനാണ് എനിക്ക് മീൻ എത്തിച്ചു തന്നിരുന്നത്. അപ്പോൾ ഇതാ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഏതാ കഴിക്കുന്നത്? പെപ്പറ. അങ്ങനെ അതിൻ്റെ ബന്ധുക്കില്ല. എങ്ങനെയുണ്ട് സാധനം? പിന്നെ നമുക്ക് ഗ്രീൻ അത് ഗ്രീൻ അല്ലേ? ആ, ഗ്രീൻ്റെ ടേസ്റ്റ് നോക്കി. ഒരു നല്ല മല്ലിയും പൊതിനെല്ലാം ഇട്ടിട്ടുള്ള മസാല അങ്ങനെ നോക്കി. ഓക്കെ, പിന്നെ മറ്റേ റെഡ് ചില്ലി എങ്ങനെ? പെപ്പർ ആ ഏറ്റവും ടേസ്റ്റ്. ഓക്കെ, എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. പറയുന്നുണ്ട് പെപ്പർ അടിപൊളിയായി, പെപ്പർ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഉപ്പെല്ലാം പക്കത്തിൽ അടിപൊളിയായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പക്ക ഉപ്പും ആ ഒരു പെപ്പറിൻ്റെയിലും അതേപോലെ തന്നെ നമുക്ക് ഗ്രീൻ ചില്ലീൻ്റെ ടേസ്റ്റ് ഇങ്ങനെ അത്യാവശ്യം 4 മുളക് ഇട്ടുകൊണ്ട് ഓവർ എരിവില്ലെങ്കിൽ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് എരിവ് അധികം ഇടാം. അതേപോലെ തന്നെ നമുക്ക് റെഡ് ചില്ലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. റെഡ് ചില്ലി മറ്റേ കറിവേപ്പില ഇട്ടില്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. റെഡ് ചില്ലിക്ക് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. ഞാൻ നല്ല ചുവന്ന മുളക് ഇട്ടുകൊണ്ട്. അപ്പം എനിക്കും തോന്നുന്നു പെപ്പർ കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റെഡ് ചില്ലിയാണ്. ഗ്രീൻ ചില്ലി അടിപൊളിയാണെന്നല്ല കേട്ടോ. സംഭവം വിചാരിച്ചാലും ഉഷാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, ഫസ്റ്റ് വീഡിയോ ആണിത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം വേറെ എന്താ നിങ്ങളോട് പറയണ്ടേ? ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.